ഹായ്, ഐ എം ശരത്. വെൽക്കം ടു ദിസ് സെഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ എർത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എർത്തിനെ കുറിച്ചും എർത്തിൻ്റെ മൂണിനെ കുറിച്ചുമാണ്. എർത്ത് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോളാർ നെബുലയിൽ നിന്നാണ്. സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സുകളും ഇൻക്ലൂഡിങ് സണ്ണും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് സോളാർ നെബുലയിൽ നിന്നാണ്. നെബുല എന്ന് പറയുന്നത് വാസ്റ്റ് ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡെസ്റ്റിനിയാണ് നമ്മൾ നെബുല എന്ന് പറയുന്നത്. നെബുലയിലെ പ്രൈമറി കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് ഹീലിയമാണ്. ഇവയൊക്കെ തന്നെ സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സുകളും സണ്ണും സൈമൾട്ടേനിയസ്ലി ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഒരേ സമയത്ത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എർത്ത് എന്ന് പറയുന്നത് 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. സൺ എന്ന് പറയുന്നതും 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. അതർ പ്ലാനറ്റ്സുകളും സോളാർ സിസ്റ്റത്തിലെ അതർ പ്ലാനറ്റ്സുകളും 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇവയൊക്കെ എന്താണ് സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന്. എർത്ത് എത്രത്തോളം ഓൾഡാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് റേഡിയോ ആക്ടിവിറ്റി മെത്തേഡ് ഉപയോഗിച്ചാണ്. റേഡിയോ ആക്ടിവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് യുറാനിയം ലെഡ് മെത്തേഡാണ്. അതായത് എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിക്ചർ 1-ൽ കാണുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പിയർ അല്ല എന്നതാണ്. അതായത് പൂർണ്ണമായിട്ടും ഗോളാകൃതി അല്ല എന്നതാണ്. എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റൻ എ ലിറ്റിൽ അറ്റ് പോൾസ് ആണ് വിത്ത് സ്ലൈറ്റ് ബൾജ് അറ്റ് ഇക്വേറ്റർ ആണ്. അതായത് ധ്രുവങ്ങളിൽ പരന്നും ഭൂമധ്യഭാഗത്ത് വീർത്തിരിക്കുന്നതുമായ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഷേപ്പിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് എന്താണോ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നു. ജിയോയിഡ് എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയുടെ ആ ഒരു ഷേപ്പിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭൂമധ്യഭാഗത്ത് ഇത്തരത്തിൽ വീർത്തിരിക്കാൻ കാരണം, ബൾജ് അനുഭവപ്പെടാൻ കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. പ്ലാനറ്റ്സുകളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതായത് സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഹൈ സ്പീഡിലുള്ള ഈ ഒരു സ്പിന്നിങ് കാരണമാണ് കാരണം ഭൂമിയുടെ ഭൂമധ്യഭാഗത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നു. അതായത് അതേസമയം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടുവേഴ്സ് ദ പോൾസിലേക്ക് വരുമ്പോൾ, ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതായത് ഈ ഇക്വേറ്ററിൽ അനുഭവപ്പെടുന്ന സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് ഈ ഒരു ബൾജ് അനുഭവപ്പെടാൻ, ഈ വീർത്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിന് കാരണം. അതേസമയം വീക്കായിട്ടുള്ള ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഭൂമിയുടെ പോൾസിൽ അനുഭവപ്പെടുന്ന വീക്കായിട്ടുള്ള ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് സിങ്ക് ഇന്നാണ് ഈ പരന്നിരിക്കാനുള്ള ഈ ഒരു കാരണവും. ഈ ഒരു ഷേപ്പ് കാരണം തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ധ്രുവങ്ങളിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇക്വേറ്ററിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിഫറൻ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പോൾസിലാണ്. അതേസമയം കമ്പാരിറ്റീവ്ലി ഇക്വേറ്ററിൽ എന്താണ്, കുറവ് ആണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡിഫറൻസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ സ്ക്വയർ ആണ്. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഈ സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എർത്ത് സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സ്പിന്നിങ് എന്ന് പറയുന്നത് പിക്ചർ 2-ൽ കാണിച്ചിരിക്കുന്ന പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ല എർത്ത് സ്പിൻ ചെയ്യുന്നത്. അതായത് ടിൽറ്റേഷൻ ഉണ്ട്, ഇൻക്ലിനേഷൻ ഉണ്ട്. ഈ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലറിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 23.5 ആണ്. അതേസമയം ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 66.5 ആണ്.
സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സുകളുടെയും ഇൻക്ലിനേഷൻ, ആ ഒരു സ്പിൻ ചെയ്യുന്നതിലുള്ള ഇൻക്ലിനേഷൻ, ടിൽറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഈ പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ സ്പിൻ ചെയ്യുന്ന സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു ഗ്രഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. അതേസമയം 180 ഡിഗ്രിയിൽ ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്, സ്പിൻ ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് സോളാർ സിസ്റ്റത്തിലെ യുറാനസ് എന്ന് പറയുന്നത്. 180 ഡിഗ്രിയിൽ ടിൽറ്റേഷൻ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ധ്രുവങ്ങൾ എന്ന് പറയുന്നത് സണ്ണിന് അഭിമുഖമായിട്ടായിരിക്കും അത് സ്പിൻ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. എർത്ത് എന്ന് പറയുന്നത്, എർത്തിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റത്തിലെ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്തിനെയാണ്. അതായത് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്തിനെയാണ്. അതേപോലെ സോളാർ സിസ്റ്റത്തിലെ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്നത് യുറാനസിനെയാണ്. എന്തുകൊണ്ടാണ് യുറാനസിനെ ഗ്രീൻ പ്ലാനറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള മീഥേൻ എന്ന ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഈ യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള മീഥേൻ എന്ന ഗ്യാസിൻ്റെ പ്രസൻസ് കാരണമാണ് യുറാനസിന് ഗ്രീൻ അപ്പിയറൻസ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രീൻ പ്ലാനറ്റ്സ് എന്ന് യുറാനസിനെ പറയുന്നത് പോലെ ബ്ലൂ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനെയാണ്. എന്തുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ്സ് എന്ന് പറയാൻ കാരണം, എർത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ ടോട്ടൽ വാട്ടർ സർഫേസ് എന്ന് പറയുന്നത് 361 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്താണ്? വാട്ടർ സർഫേസ് ആണ്, അതായത് ഓഷ്യനാണ്. അതേസമയം ഈ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ ലാൻഡ് സർഫേസ് ആണ്, ലാൻഡ് സർഫേസ് എന്ന് പറയുന്നത് 148 മില്യൺ സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ലാൻഡ് സർഫേസ് വരുന്നുള്ളൂ. അതായത് ടോട്ടൽ ഏരിയയിൽ 71% എന്ന് പറയുന്നത് വാട്ടർ സർഫേസ് ആണ്, ഓഷ്യനാണ്. ലാൻഡ് സർഫേസ് എന്ന് പറയുന്നത് 29% മാത്രമേ വരുന്നുള്ളൂ. ഈ പ്രസൻസ് ഓഫ് വാട്ടർ കാരണമാണ്, അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഈ ഒരു എർത്തിന് ബ്ലൂ അപ്പിയറൻസ് നൽകുന്നത് എന്താണ്? വാട്ടറാണ്. കാരണം എന്താണ്? ഈ ഭൂമിയുടെ 71%ഓളം വാട്ടറാണ്. സോളാർ സിസ്റ്റത്തിലെ തേർഡ് പ്ലാനറ്റാണ് എർത്ത് എന്ന് പറയുന്നത്. അതേസമയം ഇൻ ടേംസ് ഓഫ് സൈസിൻ്റെ കാര്യത്തിൽ 15 സൈസാണ്. സോളാർ സിസ്റ്റത്തിലെ 15 വലിപ്പത്തിൻ്റെ കാര്യത്തിൽ, ഇൻ ടേംസ് ഓഫ് സൈസിൻ്റെ കാര്യത്തിൽ 15 സൈസാണ്. അതേസമയം സോളാർ സിസ്റ്റത്തിലെ ഇന്നർ പ്ലാനറ്റ്സുകളിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് എർത്താണ്. അതായത് സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സുകളെ ഇന്നർ പ്ലാനറ്റ്സ് എന്നും ഔട്ടർ പ്ലാനറ്റ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിൽ സണ്ണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആദ്യ 4 പ്ലാനറ്റ്സുകളെയാണ് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇന്നർ പ്ലാനറ്റ്സുകളിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് എർത്താണ്. അതേസമയം ഏറ്റവും ലാർജസ്റ്റ്, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂപ്പിറ്റർ ആണ്. നമ്മൾ എർത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഏപ്രിൽ 22 ആണ്. എർത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് സൈസിൻ്റെ കാര്യത്തിൽ എത്രയാണ്? 15 സൈസാണ്. എർത്തിൻ്റെ മീൻ റേഡിയസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും മോസ്റ്റ് ഡെൻസായിട്ട് ഉള്ള പ്ലാനറ്റാണ് എർത്ത് എന്ന് പറയുന്നത്. അതായത് 5.13 ഗ്രാംസ് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതേസമയം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഒരു പ്ലാനറ്റാണ് സാറ്റേൺ എന്ന് പറയുന്നത്.
അതായത് സാറ്റേണിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും സാന്ദ്രത കുറവാണ്. വാട്ടറിനേക്കാളും സാന്ദ്രത കുറവായിട്ടുള്ള ഒരു വസ്തു എന്താണ്? ജലത്തിൽ പൊങ്ങിക്കിടക്കും എന്നതാണ്. അതായത് സോളാർ സിസ്റ്റത്തിൽ അതായത് ജീവജാലങ്ങളെ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഗ്രഹം കൂടിയാണ് ഭൂമി എന്ന് പറയുന്നത്. അത് കാരണം എന്താ? എർത്തിൻ്റെ മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. എർത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും ലോയസ്റ്റ് ടെമ്പറേച്ചർ, ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ലോയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -89 ഡിഗ്രി സെൽഷ്യസ് ആണ്. -89.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വോസ്റ്റോക്ക് സ്റ്റേഷൻ അന്റാർട്ടിക്കയിലാണ് നമുക്ക് ഈ ഒരു -89.6 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെടുന്നത്. അതേസമയം ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിട്ടുള്ള 58 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അൽ അസീസിയ, ലിബിയയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അതായത് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് വീനസ് ആണ്. വീനസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 461 ആണ്, 461 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേ നമുക്ക് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്തിലെ മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്, 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 14 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതിൽ ചൂടെന്ന് പറയുന്നതും 461 ഡിഗ്രി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന ഗ്രഹം എന്ന് പറയുന്നത് വീനസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു 461 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രത്തോളം ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ഭൂമിയിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളുടെ ഏറ്റവും ഇൻ ടേംസ് ഓഫ് സൈസിൻ്റെ കാര്യത്തിൽ ഫിഫ്ത്താണ്. ഈ ഫിഫ്ത്തായിട്ടുള്ള എർത്തിൻ്റെ മീൻ റേഡിയസ് എന്ന് പറയുന്നത് 6371 ഡിഗ്രി ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അതേസമയം ഇക്വറ്റോറിയൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് 12756 ആണ്. പോളാർ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 12714 നമ്മൾ പറഞ്ഞു പ്ലാനറ്റ്സുകളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷനാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ എന്താണ്? 23 ഹവേഴ്സ് 23 ഹവേഴ്സ് 56 ആണ്, 56 മിനിറ്റ് ആൻഡ് 4.091 സെക്കൻഡ് ആണ്. അതേസമയം എർത്തിൻ്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. 365 ഡേയ്സ് 5 hour and 48 മിനിറ്റ് ആണ്. ഈ 5 hour and 48 ഡേയ്സ് ഏഡപ്പ് ചെയ്യുമ്പോൾ അതായത് 1 ഡേ ആയിട്ട് വരുന്നത് 4 ഇയർ കഴിയുമ്പോഴാണ്. ഈ 4 ഇയർ കഴിയുമ്പോൾ ഈ 5 hour and 48 മിനിറ്റ് നമ്മൾ ഏഡപ്പ് ചെയ്ത് കലണ്ടറിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ലീപ്പ് ഇയർ അനുഭവപ്പെടുന്നത്. അതായത് 4 ഇയർ കഴിയുമ്പോഴാണല്ലോ നമ്മൾക്ക് ഫെബ്രുവരി 28 എന്ന് പറയുന്നത് 29 ആയി മാറുന്നത്. ഇങ്ങനെ നമ്മൾ ഈ 5 hour and 48 മിനിറ്റ്സ് നമ്മൾ ഏഡപ്പ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്? നമ്മളുടെ കലണ്ടർ സിങ്ക് ആവാതെ വരും. അതായത് കലണ്ടർ സിങ്ക് ആവാതെ വരിക എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ ഫെബ്രുവരിയാണ് നമ്മൾ വിൻ്റർ സീസൺ അനുഭവപ്പെടുന്നത്. അതായത് ഫെബ്രുവരി ആകുമ്പോൾ തന്നെ നമ്മൾക്ക് തണുപ്പ് അനുഭവപ്പെടും. ഇങ്ങനെ ഏഡപ്പ് ചെയ്യുന്നില്ല, 5 hour and 48 മിനിറ്റ് ഏഡപ്പ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാലാവസ്ഥ ഡിസംബറിൽ അനുഭവപ്പെടുന്ന ആ ഒരു കാലാവസ്ഥ എന്താണ്? നമ്മളുടെ കലണ്ടർ പ്രകാരം ഡിസംബറിൽ അനുഭവപ്പെടാതെ വരുന്നതിനെയാണ് നമ്മൾ കലണ്ടർ സിങ്ക് ആവാതെ വരിക എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സെർട്ടൈൻ ഇയർ കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ 5 hour and 48 മിനിറ്റ് ഏഡപ്പ് ചെയ്യാതെ വന്നാൽ കലണ്ടർ സിങ്ക് ആവാതെ വരുന്നത് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് ഒരു സെർട്ടൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അത് കലണ്ടർ സിങ്ക് ആവാതെ വരുന്നത്. അതായത് ഈ അടുത്ത വർഷങ്ങളിലൊന്നും കലണ്ടർ സിങ്ക് ആവാതെ വരുന്നത് നമുക്ക് അനുഭവപ്പെടുകയില്ല എന്നത്.
എർത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. അതേസമയം ലോയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷോർ ഓഫ് ഡെഡ് സീ ആണ്. ഷോർ ഓഫ് ഡെഡ് സീ അത് ഇസ്രയേൽ ജോർദാനാണ്. സൺലൈറ്റ് നമ്മളുടെ ഭൂമിയിലേക്ക് എത്താനെടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 8.2 മിനിറ്റ് ആണ്. അതേസമയം സെക്കൻഡിലേക്ക് പറയുകയാണെങ്കിൽ 500 സെക്കൻഡാണ്. നമ്മളുടെ ഈ ഒരു ഷേപ്പിനെ, എർത്തിൻ്റെ ആ ഒരു ഷേപ്പിനെ നമ്മളെന്താ പറയുന്നത്, ജിയോയിഡാണ്. അതായത് എന്താണോ എർത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഷേപ്പിനെ ജിയോയിഡ് എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു പ്ലാനറ്റ്സുകളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. സണ്ണിനെ റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ റിവോൾവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അതായത് പൂർണ്ണമായിട്ട് വൃത്താകൃതിയിലല്ല സണ്ണിനെ എർത്ത് റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായിട്ട് വൃത്താകൃതി അല്ലാത്തത് കൊണ്ട് തന്നെ എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഓരോരോ ഓർബിറ്റൽ പോയിന്റിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150, അതായത് 150 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. ഈ ഒരു മീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 150 മില്യൺ കിലോമീറ്ററാണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും എന്താണ്, 150 മില്യൺ കിലോമീറ്ററിനെയാണ്. അതായത് ഈ സണ്ണിനെ എർത്ത് റിവോൾവ് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ്, ആ ഒരു പാത്ത് എന്ന് പറയുന്നത് എലിപ്റ്റിക്കലാണ്, ദീർഘവൃത്താകൃതിയിലാണ്. അങ്ങനെയാവുമ്പോൾ എന്താണ്, ഈ സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു പാത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കില്ല. അങ്ങനെ ഈ സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റിനെ, എലിപ്റ്റിക്കൽ പോയിന്റിനെയാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഈ ഒരു പെരിഹീലിയനായിട്ട് വരുന്ന ആ ഒരു ഡേ എന്ന് പറയുന്നത് 3rd ജനുവരിയാണ്. ഈ 3rd ജനുവരി എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 147 മില്യൺ കിലോമീറ്ററാണ്. 147 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. അതേസമയം സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഏറ്റവും ഫാർത്തസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർബിറ്റൽ പോയിന്റിനെയാണ് നമ്മൾ അഫീലിയൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 152 മില്യൺ കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ഈ പ്ലാനറ്റ്സ്, അതായത് എർത്തിൻ്റെ മൂണായിട്ടുള്ള ചന്ദ്രൻ എർത്തിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർബിറ്റൽ പോയിന്റിനെയാണ് പെരിഗി എന്ന് പറയുന്നത്. അതേസമയം എർത്തിൽ നിന്നും ഏറ്റവും ദൂരെയായിട്ട് വരുന്ന ആ ഒരു ഓർബിറ്റൽ പോയിന്റിനെയാണ് നമ്മൾ അപ്പോഗി എന്നും പറയുന്നത്. എർത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എർത്തിൻ്റെ ടോട്ടൽ ഏരിയയിൽ എത്രത്തോളം ലാൻഡ് സർഫേസ് വരുന്നുണ്ടെന്നും എത്രത്തോളം വാട്ടർ സർഫേസ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഈ ഒരു എർത്തിൻ്റെ ഡെൻസിറ്റി, എർത്തിൻ്റെ മാസ്, ഇവയൊക്കെയും എന്താണ്, പീരീഡ് ഓഫ് റൊട്ടേഷൻ, പീരീഡ് ഓഫ് റെവല്യൂഷൻ, ഇതൊക്കെ എന്താണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാക്ട്ലി ഇതൊക്കെ എന്താണ് നന്നായിട്ട് നിങ്ങൾക്ക് ഓർത്ത്, മീൻ റേഡിയസ് ഒക്കെ, ഇക്വറ്റോറിയൽ സർക്കംഫറൻസും പോളാർ സർക്കംഫറൻസും ഒക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എർത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസാണ് ഈ തന്നിരിക്കുന്നത്.
മൂണെന്ന് പറയുന്നത്, അതായത് ഈ സോളാർ സിസ്റ്റത്തിൽ ഇന്നർ പ്ലാനറ്റ്സുകളിൽ എർത്തിനും മാഴ്സിനും മാത്രമേ നമ്മൾക്ക് മൂൺസ് കാണാൻ കഴിയുന്നത്. അതായത് ഇന്നർ പ്ലാനറ്റ്സുകളിലെ മെർക്കുറിക്ക് എന്താണ്, നോ മൂണാണ്. വീനസിനും എന്താണ്, നോ മൂണാണ്. അതേസമയം എർത്തിന് എന്താണ്, നമുക്കൊരു ഒരു മൂണിനെ കാണാൻ കഴിയും. മാഴ്സിന് നമുക്ക് 2 മൂൺസിനെ കാണാൻ കഴിയും. മാഴ്സിൻ്റെ 2 മൂൺസുകളാണ് ഫോബോസ് ആൻഡ് ഡെയ്മോസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണ് ചന്ദ്രൻ എന്ന് പറയുന്നത്, ചന്ദ്രൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, 1/4 സൈസാണ്. എർത്തിൻ്റെ 1/4 സൈസാണ്. ഈ ഭൂമിയിൽ നിന്നും നമ്മൾക്ക് ചന്ദ്രൻ്റെ 59% വിസിബിളാണ്. ചന്ദ്രൻ്റെ 59% വിസിബിളാണ്. നമുക്ക് എർത്തിൻ്റെ മൂണിൻ്റെ 1 ഫേസ് മാത്രമേ, ഒരു ഭാഗം മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് 1 ഫേസ് മാത്രം കാണാൻ സാധിക്കുന്ന, 1 ഫേസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എന്താ, പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് സണ്ണിനെ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റാറിനെ റിവോൾവ് ചെയ്യുന്നതിനാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും, അതായത് സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ പരിധിയിൽ വരുന്നതിനെയാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം പ്ലാനറ്റ്സുകളുടെ ഗ്രാവിറ്റേഷണൽ പരിധിയിൽ പ്ലാനറ്റ്സുകൾ റിവോൾവ് ചെയ്യുന്നവയാണ് എന്തെന്ന്, മൂൺസ് എന്ന് പറയുന്നത്. ഈ മൂൺസും പ്ലാനറ്റ്സുകളൊക്കെയും എന്താണ്, സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ പരിധിയിൽ വരുന്നവയാണ്. എന്നാൽ കൂടി പ്ലാനറ്റ്സുകൾ റിവോൾവ് ചെയ്യുന്നതാണ് മൂൺസ് എന്ന് പറയുന്നത്. മൂൺസ് എന്ന് പറയുന്നത് പ്ലാനറ്റ്സുകളെ റിവോൾവ് ചെയ്യുന്നതാണ്. ഈ പ്ലാനറ്റ്സുകളായാലും മൂൺസുകളായാലും ഇവയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷനാണ്. ഈ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും ഈക്വൽ ആകുമ്പോൾ ഇവയുടെ ഒരു ഫേസ് മാത്രമേ കാണുകയുള്ളൂ എന്നതാണ്. അതായത് എർത്തിൻ്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 1 ഡേ ആണ്, അതായത് 24 hours ആണ്. അതേസമയം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് എർത്തിൻ്റെ 365 ഡേയ്സ് ആണ്. 365 ഡേയ്സ് 5:48 minutes ആണ്. അതേസമയം ഈ സണ്ണിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിൻ്റെ പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും എന്ന് പറയുന്നത് 27 days 7 hours 43 minutes and 11.47 സെക്കൻഡ് ആണ്. അതായത് മൂണിൻ്റെ പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും ഈക്വലാണ്. ഇത് ഈക്വൽ ആകുന്നത് കൊണ്ടാണ് നമുക്ക് മൂണിൻ്റെ 1 ഫേസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഒരു മാസത്തിൽ തന്നെ ഉണ്ടാകുന്ന 2ാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് നമ്മൾ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. എക്ലിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു സ്പേസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വിസിബിലിറ്റിയെ അല്ലെങ്കിൽ പ്രകാശത്തെ മറക്കപ്പെടുന്നതിനെയാണ്, അതിൻ്റെ വിസിബിലിറ്റിയെ മറക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എക്ലിപ്സ് എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സണ്ണിൻ്റെയും മൂൺസിൻ്റെയും ഇടയിലായിട്ട് എർത്ത് വരുന്നതിനെയാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അതേസമയം സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിലായിട്ട് മൂണ് വരുന്നതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സിയ ഓഫ് ട്രാൻക്വിലിറ്റി, സിയ ഓഫ് ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നതും ഓഷ്യൻ ഓഫ് സ്റ്റോമാണ്. ഓഷ്യൻ ഓഫ് സ്റ്റോം, സിയ ഓഫ് ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നത് മൂണുമായിട്ട് റിലേറ്റഡ് ആണ്. സിയ ഓഫ് ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നത് അപ്പോളോ 11 ലാൻഡ് ചെയ്ത ആ ഒരു പ്ലേസിനെയാണ് സിയ ഓഫ് ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നത്. അപ്പോളോ 11 എന്ന് പറയുന്നത് എന്താണ്, മൂണിൽ ആദ്യമായി കാലുകുത്തിയിട്ടുള്ള നീൽ ആംസ്ട്രോങ്ങിനെ മൂണിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റാണ്. അതേസമയം ഓഷ്യൻ ഓഫ് സ്റ്റോം എന്ന് പറയുന്നത് വാട്ടർലെസ്, മൂണിലെ വാട്ടർലെസ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സി ഓഫ് ഓഷ്യൻ ഓഫ് സ്റ്റോം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു.
നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം.